ഹലോ, ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ലുലു സെൻറ്ററിൽ ഒരു ഷോപ്പിങ്ങിന് പോയി. കുറച്ച് നാളായി ഞാൻ ലുലു സെൻറ്ററിലൊക്കെ ഒന്ന് പോയിട്ട്. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ കുഞ്ഞു മക്കൾ, ട്രിവാൻഡ്രത്ത് ഏതോ ഒരു സ്കൂളിലെ കുഞ്ഞു മക്കൾ കയറുന്നതാണ്. സന്തോഷമായോ? ഏത് സ്കൂളാ? ട്രിവാൻഡ്രമാണോ? ട്രെയിനിൽ പോവാണോ? വീഡിയോ എടുക്കുക. ട്രെയിനിൽ പോവാണോ? ആണോ? എന്തുണ്ട്, സുഖാണോ? സന്തോഷമായോ ട്രെയിനിൽ കയറിയപ്പോ? സേ ഹായ് പറഞ്ഞേ. ഹായ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഷോപ്പിങ്ങുമായിട്ട് മുന്നോട്ട് പോയി. എല്ലാം ഒന്ന് നോക്കി ഏതെങ്കിലും എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എനിക്ക് കിട്ടി. ഞാൻ കുറച്ച് ഷോർട്ട് ടോപ്സ് എനിക്ക് വേണമായിരുന്നു. അതൊക്കെ നോക്കി നടന്നു. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ഏത് ഷോപ്പിൽ പോയാലും വിൻ്റർ ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഗെയിം സോണിലോട്ടൊന്ന് പോയി. അപ്പോൾ നോക്കിയപ്പോൾ വേറെ സ്കൂളിലെ കുട്ടികൾ, അപ്പോൾ ട്രിവാൻഡ്രം ലുലു മോളിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിക്നിക് സ്പോട്ടായിട്ട് സ്കൂളുകാർ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ടുവരുന്നത്. കാരണം സേഫാണ് അവിടെ. പുറത്തൊരു സ്ഥലത്ത് പോകുന്നതിനേക്കാളും സേഫാണ് ലുലു സെൻറ്ററിൽ വരുന്നത്. അവിടെ അത്യാവശ്യം ഗെയിംസ് ഉണ്ട്, ഫുഡുണ്ട്. കുട്ടികൾക്ക് ലുലു സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കിയത്. കാരണം അവരുടെ പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അത് ലുലു സെൻറ്ററിൽ പോകുക എന്നുള്ളതാണ്. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ട്
അടുത്തതായിട്ട് ഞാൻ ഫുഡ് കോർട്ടിലൂടെ ഒന്ന് നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പിസ്സ ഹട്ട്. പിസ്സ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ പിസ്സ കഴിക്കുന്നില്ല. ഇന്ന് ആക്ച്വലി എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ വന്ന ഉടനെ തന്നെ ഒരു ഫലൂഡ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് എനിക്ക് ഫലൂഡയോട് എനിക്ക് എന്തോ ഒരു ക്രേസ് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഐസ്ക്രീമൊന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് ടാക്കോ ബെല്ലുണ്ട്, എല്ലാ ഫുഡ് റെസ്റ്റോറൻറ്റ്സും അവിടെ ഉണ്ട്. മാക്ഡൊണാൾഡ് ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻകാർക്കായിട്ട് ഊട്ടുപുരയുണ്ട്. ഊട്ടുപുരയിൽ ദോശയും വെറൈറ്റി ദോശാസ് കിട്ടും. നല്ലൊരു ഉച്ചയ്ക്ക് ഊണ് മീൽസ് കിട്ടും. പിന്നെ ദേ ചായക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ചായയും അതിൻ്റെ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഏത് തരം ഫുഡ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. KFC ഉണ്ട്, ഇനി ഐസ്ക്രീംസ് ആണെങ്കിൽ ഐസ്ക്രീം പാർലറുണ്ട്. അങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു മായാലോകമാണ് ഈ ഷോപ്പിംഗ് മാൾ. ഇത് മാത്രമല്ല, ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ഫുഡ് കോർട്ടിൽ കയറുമ്പോൾ അങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫലൂഡ എന്ന് പറയുന്ന സംഭവം. ഇത് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് റിച്ച് ആയിട്ടുള്ള, ഫ്രൂട്ട്സ് നിറയെ ഇട്ടിട്ടുള്ള ഫലൂഡയാണ്. ഐസ്ക്രീം പേരിനുണ്ടാകും. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇതാണ് അവർ പിക്നിക് സ്പോട്ടായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും എൻ്റെ ഷോപ്പിംഗ് ഏകദേശം കഴിയാറായി. ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. താങ്ക് യു. ഞാൻ ഇതേപോലെ ഒരു ടോപ്പ് എടുത്ത്, ഇത് ഷർട്ടാണ്. കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഷർട്ട് എടുക്കണമെന്ന്. പിന്നെ 1-2 ടോപ്പ് കൂടി ഞാനിങ്ങനെ ചൂസ് ചെയ്തു. അപ്പോൾ പുറത്തൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ നമ്മൾക്കുള്ളൊരു പ്രയോജനം ഒരു ഷോപ്പ് മാത്രമല്ല, ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്. നമുക്കവിടെ നിന്ന് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുക. കാരണം എല്ലാം എക്സ്പെൻസീവാണ്. പിന്നെ വിൻ്റർ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഈ വിൻ്റർ സീസണിൽ അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പോകുന്ന ഒരിതാണല്ലോ, അതുകൊണ്ട് തന്നെ ആണ് വിൻ്റർ ക്ലോത്ത്സ് ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരുപാട് അവൈലബിൾ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. മുൻപൊന്നും നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് അധികം അവൈലബിൾ അല്ല ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ പക്ഷേ ടെക്നോ പാർക്കുകളും പിന്നെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതും കൊണ്ടാകണം ഈ ഡിസംബർ നവംബർ മാസങ്ങളിൽ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് ഓൾമോസ്റ്റ് ഒരു വലിയ ഷോപ്പുകളിലൊക്കെ കയറിയാൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ലതാണെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം അത് തേടി അലഞ്ഞ് നടക്കണ്ടല്ലോ. ഞാനൊരു 4-5 വർഷം മുന്നേ വിൻ്റർ ക്ലോത്ത്സൊക്കെ ചൂസ് ചെയ്ത് അവസാനം ആമസോണിലൊക്കെ പോയി വാങ്ങിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഷോപ്പുകളിൽ കിട്ടും. നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലുലുവിലോ ട്രാൻകൂർ മോളിലോ അതേപോലെ ഏതെങ്കിലും മാളുകളിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പോയി നോക്കുക. അപ്പോൾ വീണ്ടും പല പല കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ടൈം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. കാരണം ലുലു സെൻറ്ററിലെ ഏറ്റവും ടോപ്പിൽ 6th ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ആൻഡ് ഗെയിം സോണുള്ള ഫണ്ടൂറ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.